മോളാണ്, നീ സംസാരിക്കും. ഞാൻ മരുന്ന് നോക്കട്ടെ. മോളെ. അമ്മേ, അവിടെ എന്താ നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോടുകൂടിയാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇപ്പൊ എവിടെയാ? ഞാൻ സഞ്ജുവിൻ്റെ കൂടെ ഉണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു. അച്ഛനമ്മ വരുമോ? ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കും. നീ നോക്ക മോളെ. അച്ഛാ, തിങ്കളാഴ്ച ചടങ്ങ്. മോളെ, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. സഞ്ജു എന്നെ പൊന്നുപോലെ നോക്കിക്കോളും. മോള് വിഷമിക്കണ്ട, അച്ഛൻ വിളിച്ചോളാം. അച്ഛാ, അമ്മ, അച്ഛാ, ചേട്ടൻ എന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നുമില്ല. അച്ഛൻ്റെ ധൈര്യമൊക്കെ ഇത് എവിടെയാ ചോർന്നു പോയേ? ഞങ്ങളറിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. മോള് സന്തോഷത്തോടെ പോയിട്ട് വാ. അമ്മ, അമ്മ, അതൊക്കെ വിട്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സഞ്ജുവിനെ വിടാം. കരയില്ലേ, കരയില്ലേ? അമ്മേ, ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ? റോഡിൽ വെച്ച് നടന്ന നാടകത്തെക്കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു. അമ്മേ, ഇന്ന് ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ? ഇതുവരെ മറന്നിട്ടില്ല. ഇനി മറക്കുമെന്നും തോന്നില്ല. എന്നാ പിന്നെന്താ ഇതൊക്കെ? ഇന്ന് മുതൽ ഏട്ടൻ്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതം അനുഷ്ഠിക്കും. വെള്ളം മാത്രം ഉപയോഗിക്കാം, സപ്ലിമെൻസും. തുടക്കത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ. ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം. അമ്മേ, അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അച്ഛന് വെള്ളം കൊടുക്കമ്മേ. അമ്മേ, ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട. എന്തോ പണി ഇതൊക്കെ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എന്താ ഇതൊക്കെ? ഇന്നത്തെ ദിവസം സംസാരിക്കാതിരിക്കൂ. ഏട്ടനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥനയിൽ കൊള്ളു. ഇവനൊക്കെ ഇവിടെ നടക്കിയിരിക്കാൻ നിനക്ക് എന്നെ കിട്ടും. ബിനുമോൻ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണോ അമ്മയാണോ? എനിക്ക് അമ്മയെ ഇഷ്ടം. ഷിബിമോൻ ആരെയാ ഇഷ്ടം? എനിക്ക് അച്ഛനാ
അമ്മ ഇഷ്ടാ. ശിവമോനി പാട്ടൊന്ന് പാടിയേ. തന്നന്നം താനന്നം താളത്തിലാടി. ഇനി മോൻ പാടിയേ. തന്നെന്നും താനെന്നും താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടുമൻ പൈകിളികൾ ഒന്നാടാം കുഞ്ഞിന്റെ മനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നും താനെന്നും താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടുമൻ. ഇതിനകത്തിരുന്ന ബ്രെഡും പഴമൊക്കെ എവിടെ? അതൊക്കെ അവനടുത്ത് കളഞ്ഞു. ഈ ഒരു ദിവസത്തേക്ക് അച്ഛന് ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ലേ? അച്ഛാ, എന്താ നിങ്ങൾ കാണിക്കുന്നത്? അച്ഛാ ഫോൺ മാറ്റി വെക്ക്, നാളെ തരാം. ഇവിടുത്തെ കാര്യം നീയാണ് നോക്കണത്, ഞാനാ തീരുമാനിക്കുന്നത്. ഓടാ അവിടുന്ന്. അച്ഛാ ഫോൺ എടുക്കാൻ. അച്ഛാ ഫോൺ എടുക്കാൻ. ഫോൺ എടുക്കാൻ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? എന്ത് കടിച്ചെന്ന് പറയും? പിന്നെയും വരണം. എവിടെ കടിക്കാനോ എന്തോ. സോറി അച്ഛാ. പിടിക്കരുത്, കടിക്കരുത്. പറ്റിപ്പോയ അച്ഛാ, സോറി അച്ഛാ. പറ്റിപ്പോയമ്മ, സോറി. എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു അമ്മ. പറ്റിപ്പോയ അച്ഛാ, സോറി അമ്മ. സോറി അച്ഛാ. സോറി അച്ഛാ. ഒക്കെ അവൻ്റെ അവനെയോ? ചുമ്മാ ഇരി മനുഷ്യ, അവന് നല്ല വിഷമമുണ്ട്. അവന്റെ കരച്ചിൽ കണ്ടില്ലേ, പാവം. എന്താ അവിടെ? വേറെ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ സമയമായില്ലേ, പോവാം. പിന്നെ കാണാം. ശരി ഞങ്ങളെ. അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചത്? അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന്? പലതും സംസാരിക്കും, അത് നിന്റെ അടുത്ത് പറയണോ? നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത്. നീ ആരാണ് എന്നെ ചോദിക്കാൻ? നിന്റെ അമ്മ വീട്ടിലുള്ളതാണ് നിന്നെ കൊല്ലാതെ വിടുന്നത്, മനസ്സിലായ?
അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു.